മുംബൈ തെരുവുകളിലെ കാഴ്ചകളും രാത്രികാല കച്ചവടങ്ങളും കണ്ടുകൊണ്ട് നമുക്കൊന്ന് നടന്നാലോ? ഹലോ ഗായ്സ്, യുവർ വാച്ചിങ് ടെസു ടോക്സ്. നമ്മളിപ്പോൾ അത് മുംബൈ ഗൊരേഗാവ് വെസ്റ്റിലുള്ള ലോക്കൽ മാർക്കറ്റിലാണ്. മുംബൈയില് കുറഞ്ഞ ചിലവിൽ ഷോപ്പിംഗ് നടത്താൻ ഒരിടം തിരയുകയാണോ? എന്നാൽ നേരെ ഗൊരേഗാവ് വെസ്റ്റിലേക്ക് വിട്ടോ. ഗൊരേഗാവ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുപുറത്തുള്ള ഈ മാർക്കറ്റ് ഡ്രസ്സുകൾക്കും ചെരുപ്പുകൾക്കും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഫാൻസി ജ്വല്ലറികൾക്കും പേരുകേട്ടതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? തേഴ്സ്ഡേ മാർക്കറ്റ് അഥവാ ഗുരുവാർ ബസാർ. വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റും വേണ്ട ഹെവി വെഡിങ് ഡ്രസ്സുകൾ, ഡിസൈനർ സാരികൾ എന്നിവയുടെ വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. പുറത്തെ വലിയ ഷോറൂമുകളിൽ കാണുന്ന അതേ ഡിസൈനുകൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അതിനൊപ്പം മാച്ച് ചെയ്യാൻ പറ്റിയ ഹെവി ജ്വല്ലറികള്, സ്റ്റോൺ വർക്ക് ചെയ്ത ആഭരണങ്ങള് എല്ലാം ഇവിടെ സുലഭമാണ്. ട്രെൻഡിങ് ആയ ചോക്കറുകള്, ജിമിക്കുകള് സെലക്ട് ചെയ്യാനായിട്ട് ഒട്ടനവധി കടകളുണ്ട്. പകൽ സമയങ്ങളിൽ സഞ്ചാരയോഗ്യമായ റോഡുകള് സന്ധ്യ ആവുമ്പോഴേക്കും രൂപം മാറുന്നു. റോഡിന്റെ ഇരുവശത്തും താൽക്കാലിക കടകൾ ഉയരുന്നു. വഴി വാണിഭക്കാരെ കൊണ്ട് നിറയുന്നു. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കച്ചവടക്കാർ മാത്രമല്ല, സ്വന്തം ശരീരം പോലും കച്ചവട വസ്തുക്കൾ പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടനേകം കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം. പെൺകുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ എന്നോണം വ്യത്യസ്തമായ നിറത്തിലും മോഡലുകളുമുള്ള സെറ്റ് വളകൾ ഇവിടെ ലഭിക്കും, വളരെ വിലക്കുറവിൽ. എന്റെ കയ്യിലിരിക്കുന്ന ഈ വളകൾക്ക് പോലും 150 രൂപയാണ് മൊത്തത്തിൽ വില വരുന്നത്. വില പേശുകയാണെങ്കിൽ ഇനിയും അതിന്റെ വില കുറയും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചരിത്രം പറഞ്ഞു തരട്ടെ. മുംബൈയില് പടിഞ്ഞാറൻ നഗരഭ്രാന്തങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ഗൊരേഗാവ് വെസ്റ്റ്. ഇതിന്റെ പേരിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഗൊരേഗാവ് എന്ന പേരിന്റെ ഉത്ഭവത്തെ കുറിച്ച് പ്രധാനമായിട്ടും 2 വിശ്വാസങ്ങളാണ് ഉള്ളത്. ഒന്ന്, മറാഠ സൈനികർക്കായി കുതിരക്കച്ചവടം നടത്തിയിരുന്ന സ്ഥലമായതിനാൽ ഗോഡേഗാവ് എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് പരിണമിച്ച് ഗൊരേഗാവായി മാറി എന്നാണ് കരുതപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? പണ്ട് ഈ പ്രദേശത്തെ പ്രമുഖരായിരുന്ന ഗോരെ കുടുംബത്തിന്റെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഗൊരേഗാവ് വെസ്റ്റിലെ ഷോപ്പിംഗിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് MG റോഡാണ്. ഇവിടെ സിനിമയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഗൊരേഗാവിലെ ഫിലിം സിറ്റിയുടെ സാന്നിധ്യം ഇവിടത്തെ മാർക്കറ്റുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങുകൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തുന്നുന്ന തയ്യൽക്കാരുടെ വലിയ നിര തന്നെ പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇന്ന് വളരെ മോഡേൺ ആയിട്ടുള്ള ഇനോർബിറ്റ്, സിറ്റി സെന്റർ തുടങ്ങിയ മോളുകൾക്കൊപ്പം തന്നെ തനിമയുള്ള സ്ട്രീറ്റ് മാർക്കറ്റുകളും ഇവിടെ സഹപ്രവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭിക്കുന്ന സ്ട്രീറ്റ് മാർക്കറ്റുകൾ ഇപ്പോഴും ഗൊരേഗാവിലെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇടം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാല് ഒരു കുതിരച്ചന്തയിൽ നിന്ന് ആരംഭിച്ച് മുംബൈയിലെ ഏറ്റവും തിരക്കുള്ള ഫാഷൻ ഹബ്ബുകളിലൊന്നായി ഗൊരേഗാവ് വെസ്റ്റ് മാറിയത് നൂറ്റാണ്ടിലേറെ നീണ്ട കഠിനാധ്വാനത്തിന്റെ ചരിത്രത്തിലൂടെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 90കളിൽ ഇതൊരു ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു. എന്നാൽ പിന്നീട് നെസ്കോ, മൈൻഡ് സ്പേസ് പോലെയുള്ള IT പാർക്കുകളുടെയും വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളുടെയും വരവോടെ മാർക്കറ്റ് കൂടുതൽ വിപുലീകരിക്കപ്പെട്ടു. ആഭരണങ്ങൾക്കും വിവാഹ വസ്ത്രങ്ങൾക്കും മുംബൈയിൽ പേരെടുത്ത ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുകയായിരുന്നു. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊച്ചു വലിയ മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് ഒത്തിരി വസ്തുക്കൾ ഈ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. ഉപ്പ് മുതൽ കർപ്പൂരം വരെ, കുട്ടിയുടുപ്പ് മുതൽ കല്യാണ വസ്ത്രം വരെ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും വസ്തുക്കൾ. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാനില്ല എങ്കിൽ പോലും ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുത്തെ മനുഷ്യരും അവരുടെ കച്ചവടവും അവരുടെ സംസ്കാരവും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തരം കൊച്ചു കൊച്ചു മാർക്കറ്റുകൾ നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. ഒന്നും മേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പോലും തിരിച്ചു കയറുമ്പോൾ 1-2 സാധനം എല്ലാവരുടെയും കയ്യിൽ കാണും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഗൊരേഗാവ് വെസ്റ്റില് മലയാളി സാന്നിധ്യം കൂടുതലുള്ളതിനാൽ ധാരാളം കേരള സ്റ്റോറുകളും ഇവിടെയുണ്ട്. ഇവിടെ തനി നാടൻ വെളിച്ചെണ്ണ, ചിപ്സ്, കേരള പച്ചക്കറികൾ എന്നിവയും ലഭിക്കാറുണ്ട്. അങ്ങനെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുഞ്ഞു പെണ്ണിന് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റേഷന് തൊട്ടടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിലേക്കാണ്. തിരിച്ചു നടക്കുന്ന വഴിയെ ഒരുപാട് സ്റ്റേഷനറി കടകൾ പിന്നെയും നമുക്ക് കാണുവാൻ സാധിക്കും. ക്ലിപ്പുകളും കോസ്മെറ്റിക് ഐറ്റംസും ഒക്കെ വിൽക്കുന്നവ. മെയിൻ റോഡിന്റെ ഇരുവശത്തും കാണുന്ന കടകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും പുറമെ റോഡിനോട് ചേർന്നുള്ള ഇടനാഴികളിലായും ഗല്ലികളിലായും
പിന്നെയും ഒട്ടേറെ കൊച്ചു കൊച്ചു കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവയിലൂടെയെല്ലാം കയറി ഇഷ്ടപ്പെട്ടവയെല്ലാം വാങ്ങിയും കണ്ടും നടക്കുന്ന ഒട്ടനേകം മനുഷ്യരെ നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ എത്തുന്നത് ഗോരേഗാവ് വെസ്റ്റ് സ്റ്റേഷന്റെ പിന്നിലുള്ള BMC മാർക്കറ്റിലാണ്. പച്ചക്കറി ചന്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കേവലം ഒരു ചന്ത മാത്രമല്ല, വലിയൊരു ജനവിഭാഗത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാ തരം പച്ചക്കറികളും ഫലങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും സീസണൽ ഫ്രൂട്ട്സും ഇവിടെ ലഭിക്കും. മഹാരാഷ്ട്രയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും വസായി, വിരാർ ഭാഗങ്ങളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന പച്ചക്കറികൾ ഇവിടെ കിട്ടും. സീസൺ അനുസരിച്ച് അൽഫോൺസോ മാമ്പഴം, സീതപ്പഴം, പനന്നൊങ്ക്, സ്ട്രോബെറി എന്നിങ്ങനെ വലിയ വിപണിയും ഇവിടെ സജീവമാണ്. എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ചില്ലറയായും ഹോൾസെയിലായും ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ചന്ത ദിവസമായ വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഇവിടെ നടക്കാൻ പോലും പറ്റാത്തത്ര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പം നേരത്തെ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഞങ്ങൾ പോയതും ഒരു വ്യാഴാഴ്ച ദിവസം തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് മഹാരാഷ്ട്രയില് ഇലക്ഷൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ താരതമ്യേനെ കുറച്ചു തിരക്ക് മാത്രമേ അനുഭവപ്പെട്ടിരുന്നുള്ളൂ. തിരക്ക് പിടിച്ചു പായുന്ന മനുഷ്യരുടെ ജീവിതം സുഗമമാക്കാൻ എന്നോണം ഒത്തിരി വസ്തുക്കൾ ഇവിടെ വിപണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് കുതിർത്തി മുളപ്പിച്ചു വെച്ച പയർ വർഗ്ഗങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകം ഓരോ കടകൾ കണ്ടപ്പോഴാണ്. ഇവിടെ കാണുന്ന എന്തും നമുക്ക് വില പറഞ്ഞ് മേടിക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റേഷനോട് ചേർന്നു നിൽക്കുന്ന കടകളേക്കാൾ അല്പം ഉള്ളിലേക്ക് കയറിയ പച്ചക്കറി കടകൾക്ക് വിലക്കുറവ് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ വില പറഞ്ഞ് മേടിക്കുമ്പോൾ എപ്പോഴും പകുതി വിലയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ ഗോരേഗാവ് വെസ്റ്റ് ലോക്കൽ മാർക്കറ്റിലെ കാഴ്ചകള് കണ്ടും മനസ്സിലാക്കിയും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഒരു അടിപൊളി മാംഗ്ലൂരിയൻ താലി കഴിക്കാനാണ്. ഇത് JP's ലഞ്ച് ഹോം, ഗോരേഗാവിലെ തന്നെ പേര് കേട്ട പഴക്കമേറിയ കടകളിലൊന്നാണ്. ഞങ്ങൾ ചെന്ന ഉടനെ ഒരു സ്പെഷ്യൽ ബാങ്കട താലിയും ഒരു മാംഗ്ലൂരിയൻ ബാങ്കട താലിയും പറഞ്ഞു. ഞങ്ങളൊരു നോൺ വെജ് താലി ആയിരുന്നു പറഞ്ഞത്. അതിന്റെ ഒരു ഡീറ്റെയിൽ ഷോട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ, കേറി കണ്ടു നോക്കണേ. മുംബൈയിൽ വന്നിട്ട് ഏകദേശം 2.5 വർഷമായെങ്കിൽ പോലും ഇതുവരേക്കും താലി മീൽസ് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താലി മീൽസ് ഒക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ പോരുകയാണ്. അപ്പൊ ശരി, മിണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.